ഹായ്. അപ്പോൾ ഇന്നൊരു മെഡിറ്റേഷൻ ട്രൈ ചെയ്യാം. ഞാൻ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്കും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഞാനും ആങ്ഷ്യസ് ആവാറുണ്ട്, ഡിപ്രസ്ഡ് ആവാറുണ്ട്, വിഷമം വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്, എല്ലാം വരാറുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയാമെന്നുള്ളത് മെഡിറ്റേഷൻ എന്നെ സഹായിക്കുന്ന സമയത്ത് മാത്രമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കത് വളരെ ഈസിയായിട്ട് കണക്റ്റ് ആകാൻ ഒരു സാധ്യതയില്ല. കാരണം വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കുന്നവനോട് വന്നിട്ട് നീ പുറത്തോട്ട് നോക്കൂ, ഇവിടെ വന്നത് മനോഹരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. സാരമില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു ദിവസമാണ്. അതായത് ഐ എം നോട്ട് ഹാവിങ് എ ഗുഡ് ഡേ. അതുപോലെ ലൈക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഞാൻ നല്ല ആങ്ഷ്യസ് ആണ്, പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, ഞാൻ ഫിസിക്കലി സിക്കാണ്, എനിക്ക് വയ്യ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ടർബുലൻസ് എൻ്റെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു ഇന്നർ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഐ ബിലീവ് ഇൻ അവെയർനെസ്. എൻ്റെ ജീവിതം എപ്പോഴും ഒരു ബോധത്തിനെ തേടിയുള്ള യാത്രയാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. സോ ഞാൻ ഇത്തരം സിറ്റുവേഷൻസ് മിക്കവാറും കടന്നു പോകാറുണ്ട്. നോർമൽ ലൈഫിൽ നോർമൽ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതെല്ലാം ഫേസ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഇത്തരം സാഹചര്യങ്ങളിൽ ഞാനൊരു മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അതെന്നെ വളരെ സഹായിക്കാറുണ്ട്. സോ ഇന്ന് ഞാൻ വെച്ചൊരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങളെയും സഹായിക്കുമെന്ന് എനിക്ക് തോന്നി. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു ഇറ്റ് വിത്ത് മീ. അതർവൈസ് ജസ്റ്റ് കാണും. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ സൗകര്യമുള്ള സ്ഥലത്ത് സൗകര്യമുള്ള പോലെ ചെയ്യൂ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. സാധാരണ വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്ന എല്ലാ ദിവസത്തിലും ഞാൻ ആദ്യം ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ ഒരു റെഡിനെസ്സിലേക്ക് തയ്യാറെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിന് ഞാൻ കഫേൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഒഴിവാക്കും തുടക്കത്തിൽ. അതായത് സ്റ്റിമുലൻസ് ഒഴിവാക്കും, മൈൻഡിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ്. കഫേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചായയിലും കോഫിയിലും കൊക്കക്കോളയിലും ഒക്കെ ഉള്ള ഒരു പദാർത്ഥമാണ്. ബ്രെയിനിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. സിഗരറ്റിനകത്തുള്ള നിക്കോട്ടിൻ തരുന്നതിന് സിമിലർ എഫക്റ്റാണ് കഫേനും തരുന്നത്. സോ അത്തരം സ്റ്റിമുലൻസ് ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ വെറുതെ ഇരിക്കും കുറച്ച് നേരം. എന്നിട്ട് എൻ്റെ ചുറ്റുപാടുള്ള ശബ്ദങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിക്കും. നോക്കൂ, ഇത് മെഡിറ്റേഷൻ അല്ല. ഐ എം ജസ്റ്റ് ലിസണിങ് ടു ദ സൗണ്ട്സ് അറൗണ്ട് മീ. എൻ്റെ ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ ഞാൻ വെറുതെ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം ഞാൻ ബോഡിയിലുണ്ടാകുന്ന സെൻസേഷൻ ശ്രദ്ധിക്കാറുണ്ട്. പലയിടത്തൊരു ടൈറ്റ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ലൂസപ്പ് ചെയ്ത് ഒന്ന് റിലാക്സ് ആവും. എന്നിട്ട് ഞാൻ എൻ്റെ ബ്രത്തിൽ ശ്രദ്ധിക്കും. ശ്വാസം വരുന്നതും പോകുന്നതും ഞാൻ വെറുതെ നിരീക്ഷിക്കാറേ ഉള്ളൂ, ജഡ്ജ് ചെയ്യാറില്ല. ശ്വാസം വലിച്ചെടുക്കാനോ തള്ളിവിടാനോ നോക്കാറില്ല. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും ശ്വാസം സ്വാഭാവികമായി വരികയും സ്വാഭാവികമായി പുറത്തേക്ക് പോവുകയും ചെയ്തോളും, ജീവനുള്ളിടത്തോളം കാലം. ഇനി ശ്വാസം അപ്പം വേഗത്തിൽ വന്നാലോ പയ്യെ പോയാലോ ഒന്നും പറയിടാണ്ട കാര്യമില്ല. വെറുതെ ശ്രദ്ധിക്കും. ശ്വാസം അതിൻ്റെ കർമ്മം ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലോട്ട് ശ്രദ്ധിക്കും. മനസ്സിൻ്റെ പ്രത്യേകത, നമ്മളത് അവിടെ നോക്കുമ്പോഴത്തേക്കും മനസ്സിനെ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ മനസ്സിലേക്ക് നോക്കുന്നത് തന്നെ മനസ്സുകൊണ്ടാണ്. ഈ ഓരോ സ്റ്റെപ്പും എത്ര നേരം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നേരം ചെയ്യുമ്പോഴാണ് മതിയെന്ന് തോന്നുന്നത് അത്ര നേരം ചെയ്താൽ മതി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഇത്രയും നേരം ചെയ്ത ഒന്നും തന്നെ മെഡിറ്റേഷൻ അല്ല. ചെടി മണ്ണിൽ നിന്ന് വളർന്നു വരാൻ വേണ്ടി നമ്മൾ ഒരുപാട് വളവും വെള്ളവും ഒക്കെ ചെയ്തു കൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഡിറ്റേഷനിലോട്ട് പോകുന്നത്. ചെടിയെ ഒരിക്കലും നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല.
നമുക്ക് ചെടികളെ ബഡ് ചെയ്യാം, വെറൈറ്റി ആയിട്ടുള്ള വളങ്ങളിടാം, ജനറ്റിക്കൽ എൻജിനീയറിങ് ചെയ്യാം, വളരെ വിഭവസമൃദ്ധമായ മരങ്ങളുണ്ടാക്കാം. ഒരു മരത്തിൽ വിവിധ തരത്തിലുള്ള പഴങ്ങളുണ്ടാക്കാം. വേണമെങ്കിൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പ്ലാവിൽ തന്നെ തേങ്ങ വരെ ഉണ്ടാക്കാൻ സാധിക്കും. അത്രയും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ബട്ട് സ്റ്റിൽ അത് മണ്ണിൽ നിന്ന് വളർന്നു വരുന്ന ആ ഒരു പ്രതിഭാസത്തിനായി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് മണ്ണിലോ പോട്ടിലോ അല്ലെങ്കിൽ വേറൊരു ക്യാബിനുള്ളിലോ പോലും വളർത്താൻ ആ വളർച്ച എന്ന് പറയുന്ന പ്രോസസ്സ് സ്വാഭാവികമായി സംഭവിക്കണം. അതിന് ചുറ്റുപാടുള്ള സറൗണ്ടിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ റിലാക്സ് ആവും. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം സിമ്പിളാണ്. ഇനിയാണ് ഞാൻ യഥാർത്ഥ മെഡിറ്റേഷനിലോട്ട് പോകുന്നത്. വെറുതെ ഇരിക്കുക എന്നുള്ളത്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിനെ ഒന്നിനും ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറില്ല. ഐ വിൽ ലെറ്റ് ഗോ. എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നു. ചിന്തിക്കാൻ തോന്നിയാൽ ചിന്തിക്കും. എണീറ്റ് പോകാൻ തോന്നിയാൽ എണീറ്റ് പോകും. പലതരത്തിലുള്ള വികാരവും വിക്ഷോഭങ്ങളും എല്ലാം സംഭവിച്ചെന്നിരിക്കും. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അതിനൊന്നും ജഡ്ജ് ചെയ്യണ്ട, മാറ്റാൻ ശ്രമിക്കണ്ട, എസ്കേപ്പ് ആവാൻ ശ്രമിക്കണ്ട. വെറുതെ ഇരുന്നാൽ മതി. ഇറ്റ് ഈസ് സോ സിമ്പിൾ ജസ്റ്റ് ടു സ്റ്റേ ദെയർ. ഈ ആദ്യം ചെയ്ത സ്റ്റെപ്പുകൾ ചെയ്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖം തോന്നും. അത് നമ്മൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും നമ്മുടെ മൈൻഡിന്. ചുറ്റുപാടുകളൊക്കെ കാണാൻ എല്ലാത്തിനോടും ഭംഗിയൊക്കെ തോന്നും. അതിൻ്റേത് യാതൊരു ആവശ്യവും ഇല്ല. വി ക്യാൻ ജസ്റ്റ് സിംപ്ലി റിലാക്സ് ആൻഡ് ജസ്റ്റ് സ്റ്റേ ഹിയർ. എനിക്കിപ്പോൾ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാനൊരിക്കൽ പണ്ടെവിടെയോ ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഭയങ്കര മെഷീനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. വെറുതെ ഇരിക്കാൻ എന്നത് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു, ഓക്കെ, അതും ലെറ്റ് ദാറ്റ് ബി പാർട്ട് ഓഫ് മൈ മെഡിറ്റേഷൻ. അതിനെയും ഹാപ്പൻ ചെയ്യാൻ സമ്മതിക്കട്ടെ. ആ ശബ്ദവും വരട്ടെ, ആ ശബ്ദവും അങ്ങനെ സംഭവിക്കട്ടെ. അതിനെ വെറുക്കാനോ തടയാനോ ജഡ്ജ് ചെയ്യാനോ ഒരു മോശം ശബ്ദമാണെന്നോ ഒരു നല്ല ശബ്ദമാണെന്നോ ഇതിപ്പോൾ കേൾക്കണമെന്നോ കേൾക്കണ്ടെന്നോ അതിൽ ശ്രദ്ധിക്കണമെന്നോ വേണ്ടെന്നോ ചിന്തിക്കാതെ വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ ഇരുന്നപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നു. സ്വാഭാവികതയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു അവെയർനെസ്സിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അവെയർനെസ്സിൻ്റെ ഒരു ഫീൽ ഈ ഒരു ബേസിക്കലി അതെപ്പോഴും തലയുടെ ഭാഗത്തായിരിക്കും. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തത് താഴോട്ട് ഈ ഒരു ഭാഗത്തോട്ട് നെഞ്ചിൻ്റെ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡോണ്ട് വറി, ഡോണ്ട് ട്രൈ ടു ഫോക്കസ്. അതെവിടെയാണ് ഇരിക്കുന്നത്, ശരീരത്തിനകത്താണോ പുറത്താണോ, അതെങ്ങനെ പർട്ടിക്കുലർ സ്പോട്ടിലാണോ ഇരിക്കുന്നത്, തലയിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ടോ താഴെ നിന്ന് മേലോട്ട് പോകുന്നുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി.
ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരാണെന്നുണ്ടെങ്കിലേക്ക് ഈ മെഡിറ്റേഷൻ ഇരുന്ന് ചെയ്യണോ കിടന്ന് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സുഖത്തിലിരുന്ന് ചെയ്താൽ മതി. അത് പത്മാസനത്തിലിരിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നാൽ മതി, സ്വസ്ഥമായിട്ടിരുന്നാൽ മതി. കിടന്ന് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ കിടന്ന് ചെയ്താൽ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉറങ്ങുന്നതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങട്ടെ, നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും. ആ സ്ലീപ്പ് കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മുടെ ബോഡിക്കൊരു നല്ല ആശ്വാസം കിട്ടും, ബ്രെയിനൊരു ആശ്വാസം കിട്ടും. നമ്മുടെ തലച്ചോറിൽ വന്നേക്കുന്ന ഡോപ്പാമിൻ്റെയും മറ്റ് കെമിക്കൽസിൻ്റെയൊക്കെ സ്റ്റിമുലേഷൻസൊക്കെ ഒന്ന് കുറയും. അപ്പോൾ തന്നെ നമ്മുടെ ആങ്സൈറ്റിയും പ്രശ്നങ്ങളൊക്കെ പകുതിയിൽ മുക്കാലും കുറഞ്ഞെന്നിരിക്കും. നിങ്ങൾക്കിത് എത്ര നേരം ചെയ്യണമെന്നുള്ളതിന് ടൈം ലിമിറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര നേരം കഴിയുമ്പോൾ മതിയാന്ന് തോന്നുന്നു മതിയാക്കിക്കോ. ഇത് നല്ല സുഖമുണ്ട്, സ്വസ്ഥമാണ്, ഈസി ആയിട്ട് ചെയ്യുന്ന മെഡിറ്റേഷനാണ്, സ്വാഭാവികതയാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് കളയാം, 15 മിനിറ്റ് കൂടുതൽ ഇരുന്ന് കളയാം എന്നൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിൻ്റെ ആവശ്യവും നിങ്ങൾക്കില്ല. അങ്ങനെ നിങ്ങളൊരു ഡെസിഷൻ എടുത്ത് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിട്ടുള്ള ഇരിപ്പിനെ പുഷ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ വിപരീത ഫലം മാത്രമേ ഉണ്ടാവൂ. ഒരു സെക്കൻഡാണ് ഇരിക്കുന്നതെങ്കിൽ പോലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര നേരം ചുമ്മാ ഇരിക്കാൻ തോന്നുന്നു അത്രയും നേരം ഇരുന്നിട്ട് എല്ലാത്തിനെയും ലെറ്റ് ഹാപ്പൻ എന്ന് പറയും. സംഭവിക്കുന്ന എല്ലാം സംഭവിച്ചോട്ടെ. ചിന്ത വന്നാൽ ചിന്തിച്ചോട്ടെ, വേദന വന്നാൽ വേദനിച്ചോട്ടെ, സംസാരിക്കാൻ തോന്നി സംസാരിച്ചോട്ടെ, കാറ്റടിച്ചാൽ കാറ്റടിച്ചോട്ടെ, എവിടെയെങ്കിലും ബോംബ് പൊട്ടിത്തെറിച്ചാൽ ബോംബ് പൊട്ടിത്തെറിച്ചോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. എത്ര നേരം ഇരിക്കുമ്പോഴാണോ അസ്വസ്ഥത അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മതിയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത്, അപ്പോൾ മതിയാക്കിയിട്ട് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് പോകാം. സോ ഡു ആസ് യു പ്ലീസ്. നിങ്ങൾക്ക് തോന്നും പോലെ ചെയ്യൂ. താങ്ക് യു.